എല്ലാവർക്കും വന്ദനം. ഈ ആഴ്ച ഇവിടെ തീരുന്നല്ലോ. ഒരാഴ്ചകൾ തുടങ്ങുന്നു, തീരുന്നു, അറിയുന്നില്ല. എങ്കിലും അങ്ങനെ ഒരാഴ്ച വെറുതെ തീർന്നു പോകാൻ ഇനി മുതൽ സമ്മതിച്ചു കൊടുക്കരുത്. അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടി ഇന്ന് തന്നെ പ്ലാനുകൾ ചെയ്യുക. ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് അടുത്ത ഒരാഴ്ചത്തേക്ക് വേണ്ടി 7 ദിവസത്തേക്ക് വേണ്ടി ഒരു പ്രോഗ്രാം നിങ്ങൾ എഴുതുക. ഞായറാഴ്ച ഇന്നത് ചെയ്യും, തിങ്കളാഴ്ച ഇന്നത് ചെയ്യും, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി വരെ 7 ദിവസത്തിലും 7 കാര്യം പുതിയത് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഏതെങ്കിലും ഒരു തിരക്ക് വരും. അതായത് നമ്മൾ ഒരു പ്ലാൻ ചെയ്തില്ലെങ്കിൽ സാഹചര്യം നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കി തരും. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ഇന്നത്തേക്ക് ഒരു പ്ലാൻ ചെയ്തില്ലെങ്കിൽ, ഒരു പ്രോഗ്രാം എഴുതി വെച്ചില്ല, രാവിലെ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഇന്നത്, ഇന്നതുപോലെ ഇന്നത്, ഇന്നതുപോലെ ഇന്നത് എന്ന് എഴുതി വെച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം ഒരാൾ വന്ന് കയറിയാൽ മതി. കാരണം വേറെ പരിപാടികളൊന്നും ഇല്ലാത്ത ഒരാൾ നമ്മുടെ വീട്ടിലോട്ട് വന്നാൽ മതി. നമുക്ക് പ്രോഗ്രാം ഇല്ലാത്തത് കൊണ്ട് അവർ നമുക്ക് നല്ലൊരു പ്രോഗ്രാം ഉണ്ടാക്കി തരും. മന്ത്രിസഭ ശരിയല്ല, തമിഴ്നാട്ടിലെ വിജയനെ നോക്കിയേ, കേന്ദ്രം എങ്ങനെയുണ്ട്, ട്രംപിൻ്റെ പോക്ക് ശരിയല്ല, നമുക്കൊരു പ്രോഗ്രാമായി. കാരണം എന്താണ്, നമ്മളൊരു പ്രോഗ്രാം നേരത്തെ ചെയ്യാഞ്ഞത് കൊണ്ട് നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും സാഹചര്യവും എല്ലാം നമുക്കൊരു പ്രോഗ്രാം ഉണ്ടാക്കി തരും. ഇങ്ങനെയാണ് നമ്മുടെ ആഴ്ചകൾ വേസ്റ്റ് ആകുന്നത്. അതുകൊണ്ട് അടുത്ത ദിവസത്തിന് മുമ്പ് നമ്മളൊരു പ്രോഗ്രാം ഉണ്ടാക്കി വെക്കണം. ഒരു ദിവസം ആരംഭിക്കുന്നതിന് മുമ്പ്, കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പേപ്പർ എടുത്ത് അതിനകത്ത് അടുത്ത ദിവസത്തിൻ്റെ ഡേറ്റൊക്കെ എഴുതിയിട്ട് ഒരു ചെയ്യുന്ന ലിസ്റ്റ് ഉണ്ടാക്കുക. ടു ഡു ലിസ്റ്റ് അതങ്ങോട്ട് ഉണ്ടാക്കുക. ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെയ്തതിന് ടിക്കിട്ടിട്ട് ചെയ്യാൻ പറ്റാത്ത അടുത്ത ദിവസത്തേക്ക് ഇടുക. ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് പിന്നെ ഡിപ്രഷൻ അടിച്ച് കിടക്കരുത്. ഞാൻ കാരണം ഇനി പുതിയ വിഷയം ഉണ്ടാക്കരുത്. നിങ്ങളൊരു പ്രോഗ്രാം ചെയ്യും, അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഈ 10 ദിവസത്തെ ഞങ്ങളുടെ ഫാസ്റ്റിംഗ് പ്രയറിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ലീഡർഷിപ്പിൽ കുറേ പേര് തമ്മിലിരുന്ന് സംസാരിച്ചു. വിജയിച്ചവരുടെ ചരിത്രത്തിലൊക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു, അവർക്കൊരു ഫോക്കസ് ഉണ്ടായിരുന്നു, അവർക്കൊരു ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്തേ മതിയാവും. പിന്നെ മറ്റൊരാൾ ചെയ്തത് തെറ്റാണ്, ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്നുള്ള ഒരു ചിത്രം ഒരിക്കലും നമ്മൾ ഉണ്ടാക്കരുത്. നമ്മൾ ചെയ്യുന്നതാണ് ശരി, മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റാണ്. അതങ്ങനെ സമ്മതിക്കാൻ പറ്റില്ല. ചിലർക്ക് ചില വിഷയം ശരിയായിരിക്കും, അതേ വിഷയം നമുക്ക് തെറ്റായിരിക്കും. ഉദാഹരണത്തിന് 2 പേർ ഓപ്പോസിറ്റ് നിന്നുകൊണ്ട് ഭയങ്കര തർക്കമായിരുന്നു. ഒരാൾ പറഞ്ഞു, താഴെ ആരോ കടൽ തീരത്ത് താഴെ മണ്ണിൽ 6 വരച്ചു വെച്ചിരുന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇത് 9, മറ്റേ അപ്പുറത്ത് നിൽക്കുന്ന ആൾ പറഞ്ഞു ഇത് 6. തമ്മിൽ ഭയങ്കര തർക്കം. 2 പേരുടെയും ദൃഷ്ടിയിൽ അത് ശരിയാണ്. ഒരാൾ നോക്കുമ്പോൾ അത് 6, ഒരാൾ നോക്കുമ്പോൾ 9. 9 പറയുന്ന ആൾ പറയണ് നിനക്ക് വിവരമില്ല, മറ്റേ ആൾ പറയണ് താൻ പറയുന്നത് ശരിയല്ല. വേണമെങ്കിൽ പറഞ്ഞ് ജയിക്കാം. എന്നാൽ ചില കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ശരിയാണ്. മാതാപിതാക്കൾ ചില കാര്യങ്ങൾ പറയുന്നത് അവരുടെ കഴിഞ്ഞ കാല വർഷങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് അത് ശരിയല്ല എന്ന് പറയും. എന്നാൽ മക്കൾ ഇപ്പോഴത്തെ അവരുടെ സാഹചര്യത്തിൽ നിന്നിട്ട് അത് ശരിയല്ല, ആ പറഞ്ഞത് ശരിയല്ല, ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് പറയും. 2 അർത്ഥത്തിലും അത് ശരിയാണ്. എങ്കിലും മാതാപിതാക്കൾ പറഞ്ഞതിൽ വലിയ ശരി കിടപ്പുണ്ട് എന്ന് കുഞ്ഞുങ്ങൾ അറിയണം. കാരണം അവർ ഈ ഭൂമിയിൽ ജീവിച്ച് തെളിയിച്ചവരാണ്. അങ്ങനെയുള്ളവരുടെ വാക്കുകൾക്ക് കൂടുതൽ ശരിയുണ്ടാകാം. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് തർക്കിക്കാൻ പോകരുത്.
ഈ ചിന്ത നിങ്ങൾക്ക് ഒരനുഗ്രഹമായി തീരട്ടെ. ഇന്ന് നമ്മൾ റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിലെ 11-ാമത്തെ വാക്യത്തിൽ ആണ് വരുന്നത്. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായപ്രമാണം നല്ലത് തന്നെ. എന്നെ കൊന്നത് കൽപ്പനയല്ല. ന്യായപ്രമാണം വന്നപ്പോൾ നമുക്ക് പാപത്തെക്കുറിച്ചുള്ള ബോധമാണ് വന്നത്. ന്യായപ്രമാണം നമ്മളെ കൊന്നിട്ടില്ല. ന്യായപ്രമാണം വിശുദ്ധം, പാപമാണ് എന്നെ നശിപ്പിച്ചത്. അപ്പോൾ പാപി എന്ന വാക്ക് വന്നത് എവിടെയാണ്? ഒരു കൽപ്പന വന്നു, ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും. ഒരു അനുസരണക്കേട്. കൽപ്പന വിശുദ്ധമാണ്. ആ കൽപ്പന ആദാമും ഹൗവയും പാലിച്ചിരുന്നെങ്കിൽ അവരുടെ തേജസ് നഷ്ടപ്പെടില്ല, അവരുടെ നിത്യജീവൻ നഷ്ടപ്പെടില്ല, അവർ നിമിത്തം ഭൂമി ശപിക്കപ്പെടില്ല. അവർ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറയുമായിരുന്നു. പാപം ഭൂമിയിൽ ഉണ്ടാകത്തില്ലായിരുന്നു. ദൈവ തേജസ്സുള്ള അനേക തലമുറകൾ ഉണ്ടാകുമായിരുന്നു. മാത്രമല്ല, യേശു കർത്താവിന് ഈ ഭൂമിയിലേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു. ഒറ്റ കൽപ്പന കൊണ്ട് തീരേണ്ട കാര്യം പിന്നീട് പാപം പെരുകിയതുകൊണ്ട് അനവധി കൽപ്പനകൾ കൂട്ടിച്ചേർക്കേണ്ടി വന്നു. ഒറ്റ കൽപ്പനയിൽ നിർത്തിയാൽ മതിയായിരുന്നു. പണ്ട് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു കുട്ടി അണക്കെട്ടിൻ്റെ അടുത്തുകൂടി നടന്നു പോയപ്പോൾ അണക്കെട്ടിൽ ഒരു ചോർച്ച കണ്ടു. ഒരു കുഞ്ഞു ചോർച്ചയാണ്. ആ കുഞ്ഞ് വിരലിട്ട് മണിക്കൂറുകൾ നിന്നെന്നാ പറയുന്നത്. കഥയാണേ. അത് കണ്ട് അതിൻ്റെ അധികാരികൾ വന്ന് നോക്കുമ്പോൾ ഒരു കുഞ്ഞ് ഒരു ചെറിയ ദ്വാരത്തിൽ കൈയിട്ട് നിൽക്കുന്നു. അവന് വലിച്ചപ്പോഴാ കണ്ടത് വെള്ളം ചീറ്റി വരികയാണ്. തുടക്കത്തിൽ തന്നെ അവൻ അതിൽ വിരലിട്ടു. അവന് സമ്മാനങ്ങൾ കൊടുത്തു. ഇതാണ് കഥ. ബാലരമയാണോ എന്തിലാണോ എനിക്കറിയില്ല. കൊച്ചുനാളിലെ വായിച്ചതാണ്. ആ കുഞ്ഞുനാളിലെ ആ അറിവ് എൻ്റെ അകത്ത് കിടന്നേച്ചു. മുളയിലെ ചില കാര്യങ്ങൾ തടയണം. അതിനാണ് ദൈവം ഒരു കൽപ്പന പറഞ്ഞത്. കാരണം പിശാചുണ്ട്. അവൻ വീണുപോയവനാണ്. അവൻ ദൈവത്തിൻ്റെ എതിരാളിയാണ്. സാത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥം എതിരാളിയാണ്. എന്തുകൊണ്ട് ദൈവം കൽപ്പന കൊണ്ടുവന്നു? കൊല്ലാനാണോ? എന്തുകൊണ്ടാണ് കൽപ്പന കൊണ്ടുവന്നിട്ട് അത് ചെയ്തിട്ട് അവരെ പുറത്താക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ ഉണ്ടാക്കിയതല്ല, പിശാചുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ട് ദൈവം പിശാചിനെ കൊന്നുകളഞ്ഞില്ല? തീപ്പൊയ്കയിൽ തള്ളിയിടുന്നതൊക്കെ വെളിപ്പാടിലുണ്ട്. എന്തിനാണ്? അത് ദൈവത്തിൻ്റെ ദിവ്യമായ ജ്ഞാനമാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ വിവരിക്കുന്നില്ല. പൗലോസ് അതിനെക്കുറിച്ചൊക്കെ ദൈവത്തിൻ്റെ ജ്ഞാനം, അതിൻ്റെ ആഴം എന്ന് പറയാനിടയായി. കർത്താവിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ അളക്കാൻ കഴിവുള്ളവരല്ല. നമ്മൾ അല്പമായിട്ട് അറിയുന്നു എന്ന് 1 കൊരിന്ത്യർ 13 പറയുന്നു. കൊച്ചുറുമ്പിന് തലച്ചോറുണ്ട്. ആ തലച്ചോറ് കൊണ്ടാണ് അവൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആനയ്ക്കും തലച്ചോറുണ്ട്, നമുക്കും തലച്ചോറുണ്ട്. നാം തലച്ചോറ് കൊണ്ടാണോ ജീവിക്കുന്നത്? അല്ല, വിശ്വാസത്താൽ. അപ്പൊ തലച്ചോറ് കൊണ്ട് ജീവിക്കുന്നവൻ പരിമിതപ്പെട്ടു പോകും. വിശ്വാസത്താൽ ജീവിക്കുന്നവൻ അവൻ ദൈവത്തെ പോലെയാണ്. കാരണം നാം ദൈവത്തെ പോലെ ചിന്തിക്കാനും സംസാരിക്കാനും വേണ്ടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ചെറിയ തുടക്കത്തിലെ നമ്മൾ അതിനെ തടയുക എന്നുള്ളത് വലിയ കാര്യമാണ്. ന്യായപ്രമാണം പാപമാണോ? അല്ല. ന്യായപ്രമാണം വിശുദ്ധമാണ്. പാപമാണ് കാരണം. പാപം കൊണ്ടുവന്നതാരാ? പിശാച. പാപം ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് പിശാച. അവൻ സ്വർഗത്തിൽ പാപം ചിന്തിച്ചു, ദൈവനെ അടിച്ചു, അവൻ ഭൂമിയിലേക്ക് വന്നു. അപ്പോൾ ഈ ഭൂമിയിൽ ഇതിനെ ജയിക്കാൻ ഒരു വ്യക്തിയെ ദൈവം സൃഷ്ടിച്ചു, ആദാം. അവർക്ക് ആദാം എന്ന് പേരിട്ടു. 2 പേരെ സൃഷ്ടിച്ചു. അവർ പലതിനെ വാഴണമായിരുന്നു. ഒന്ന്, പിശാചിനെ വാഴണമായിരുന്നു. അവിടെ എഴുതിയിട്ടില്ല.
പക്ഷികളെയും മൃഗങ്ങളെയും ഭൂമിയെ അടക്കി വാഴണം. കൂട്ടത്തിൽ ഭൂമി അടക്കി വാഴണമെന്ന് പറഞ്ഞാൽ വെട്ടേറ്റ് നിലത്ത് വീണ പിശാചിനെയും വാഴണമായിരുന്നു. ഭൂമിയിൽ എന്തെല്ലാം ഉണ്ട് അതിനെയെല്ലാം വാഴണം. അരുണോദയ പുത്രനായ ശുക്ര, മോർണിംഗ് സ്റ്റാർ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? യെശയ്യാവ് 14 പറയുന്നു. അപ്പോൾ ദൈവം അവനെ അടിച്ച് തറയിലിട്ടു. അവൻ ഭൂമിയിലേക്ക് വീണു. വീണുപോയ ദൂതന്മാർ എവിടേക്ക് വീണു? ഭൂമിയിൽ വീണു. ആ ഭൂമിയിൽ ഇവനെ കൂടി വാഴണമായിരുന്നു. എന്നാൽ ഇവൻ തന്ത്രത്തിലൂടെ ഹൗവായെ തോൽപ്പിച്ചു. ആദാം മറ്റൊന്നും ചിന്തിച്ചില്ല, അതങ്ങടെ അംഗീകരിച്ചു. എന്നാൽ യേശു ക്രിസ്തു എന്ന ഒടുക്കത്തെ ആദാം വന്നിട്ട് പിശാചിനെ ആയുധവർഗം വെപ്പിച്ചു, നമ്മെ ആയുധവർഗം ധരിപ്പിച്ചു. യേശുവിൽ വിശ്വസിക്കുന്ന നാം വാഴുന്നവരായി തിരിച്ചു വന്നു. അതാണ് എൻ്റെ രക്തത്തിൽ പുതിയ നിയമം. ന്യായപ്രമാണം വിശുദ്ധമാണ്, പാപമാണ് കാരണം. അതുകൊണ്ട് പാപം ചെയ്യരുത് എന്ന് യേശു, മോളെ ആരും നിന്നെ ശിക്ഷിച്ചില്ലോ? ഇല്ല കർത്താവേ, ആരും എന്നെ കല്ലെറിഞ്ഞില്ല, പൊയ്ക്കൊള്ളുക, മേലാൽ പാപം ചെയ്യരുത്. 38 വർഷം തളർന്നു കിടന്നവനോട് എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞ കർത്താവ് പിന്നത്തേതിൽ അവനെ കണ്ടപ്പോൾ അവനോട് പറഞ്ഞു, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ മേലാൽ പാപം ചെയ്യരുത്. പാപമാണ് തിന്മയ്ക്ക് കാരണം. യോഹന്നാൻ 5 അത് കാണാം. അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ മേലാൽ പാപം ചെയ്യരുത്. തിന്മകൾ വരുന്നത് പാപത്തിൽ നിന്നാണ്, പരാജയം വരുന്നത് പാപത്തിൽ നിന്നാണ്. ന്യായപ്രമാണം വിശുദ്ധമാണ്. ആരൊക്കെയോ പഴയ നിയമം വേണ്ടെന്ന് വെച്ചു. ന്യായപ്രമാണം വിശുദ്ധമാണ്, അത് നമ്മെ ജീവിപ്പിക്കുകയുള്ളൂ. എന്നാൽ അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ നിന്ന് ആത്മാവിനെ നാം എടുക്കണം. ആ അക്ഷരം അങ്ങനെ തന്നെ എടുക്കരുത്. ഏതെങ്കിലും ഒരു ഭാഗം കോട്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൊല്ലും. എന്നാൽ അതിനകത്ത് ജീവനുണ്ട്. ആത്മാവിനെ എടുക്കണം. പഴയ നിയമത്തിലെ എല്ലാ വാഗ്ദത്തങ്ങളും എടുക്കുക, നീ ഉയർച്ച പ്രാപിക്കും. അത് പഴയ നിയമമാണ്. സാമ്പത്തിക ഉയർച്ച പഴയ നിയമമാണ്. പുതിയ നിയമത്തിൽ കഷ്ടപ്പാടാണ്. എന്തൊരു ഉപദേശമാണ്! പുതിയ നിയമത്തിലുള്ളവർ പഴയ നിയമത്തേക്കാൾ സമ്പന്നരായിരിക്കണം. സുവിശേഷത്തിന് പൈസ വേണം. ഏതൊക്കെയോ ദൈവദാസന്മാർ സാമ്പത്തികമായ ആവശ്യങ്ങൾ പറഞ്ഞു എന്നും പറഞ്ഞ് അവരെ ചീത്ത വിളിച്ചിട്ട് എന്തിനാ? സുവിശേഷ വേലക്ക് പൈസ വേണം, സുവിശേഷ വേലക്ക് വണ്ടി വേണം, സുവിശേഷ വേല ചെയ്യുന്ന ദൈവദാസന്മാർക്ക് വീട് വേണം. ഇനി വിമാനം മേടിച്ചാലും സുവിശേഷ വേലക്കാണ് ഞാൻ നല്ലതാണ്. സ്വന്തം ആർഭാടത്തിനാണെങ്കിൽ ഇതെല്ലാം അപകടമാണ്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു സെക്കൻഡ് കട്ട് ചെയ്തിട്ട് എനിക്കെതിരെ വിമർശിച്ചാൽ അതുകൊണ്ട് എന്നാ പ്രയോജനം? വിമർശിക്കുന്നവർക്ക് ഒത്തിരി വ്യൂസും വരും, പിന്നത്തേതിൽ എനിക്കതൊരു അനുഗ്രഹമാകും. അതുകൊണ്ട് ഇതിനകത്തെ സത്യങ്ങൾ അറിയും, എന്നിട്ട് സത്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകും. ജീസസ് എവരിഡേ എല്ലാ ദിവസവും യേശുവിൻ്റെ ജ്ഞാനം നിങ്ങളിൽ പകർന്നു തരും. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ വെളിപ്പാടുകൾ, ഈ പ്രായോഗിക സത്യങ്ങൾ ഈ മക്കൾക്ക് വിടുതലാകട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവർ സൗഖ്യമാകട്ടെ, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവർ വിടുതൽ പ്രാപിക്കണം, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ബലപ്പെടട്ടെ, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ അഭിഷേകമുള്ളവരാകട്ടെ. വചനം കേട്ടവർ ശക്തരായി മാറിയ വെളിപ്പാടുകൾ വേദപുസ്തകത്തിലുള്ളതുപോലെ ഇത് കേൾക്കുന്നവരെല്ലാം അഭിവൃദ്ധിപ്പെടണം, സമ്പന്നരാകട്ടെ. ആത്മീയമായും ഭൗതികമായും മാനസികമായും എല്ലാ നിലയിലും അവർ സമ്പന്നരാകട്ടെ, അവർക്ക് നന്മകൾ ഉണ്ടാകട്ടെ. ഞാൻ ഇവരെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കും, യേശുവിൻ നാമത്തിൽ. ആമേൻ. ഞാൻ ഉറപ്പോടെ പറയാം, ഈ കൊച്ചു പ്രാർത്ഥനയും ഈ ചെറിയ സന്ദേശങ്ങളും നിങ്ങളെ വലിയ അനുഗ്രഹത്തിലേക്ക് നയിക്കും. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കണ്ടവർ എല്ലാ ദിവസവും കാണുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കൂട്ടായ്മയെ വിജയിപ്പിക്കുകയാണ്. ദൈവമക്കൾ ഈ കൂട്ടായ്മയ്ക്ക് ഒരു കൈത്താങ്ങലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗം പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച്, ആലപ്പുഴയിൽ വെച്ച് രാവിലെ 8 മണിക്കുണ്ട്. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ വരുന്നവർ മീറ്റിങ്ങിന് ശേഷം എന്നെ കണ്ടിട്ട് പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. ഗോഡ് ബ്ലെസ് യു.
നിൻ സന്നിധി സ്തോത്രത്തോടിന്ന് ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധി നന്ദിയോടിന്ന് ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധി നന്മയോർത്തെന്നു ആരാധിക്കാം യേശു കർത്താവിനെ ആരാധിക്കാം ആരാധിക്കാം യേശു കർത്താവിനെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധി നന്ദിയോടിന്ന് ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധി നന്ദിയോടിന്ന് ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധി നന്മയോർത്തെന്നു ആരാധിക്കാം യേശു കർത്താവിനെ ആരാധിക്കാം യേശു കർത്താവിനെ We have come into this house, gathered in His name to worship Him. We have come into this house, gathered in His name to worship Him. We have come into this house, gathered in His name to worship Christ alone. Worship Him, Christ the Lord. Worship Him. Worship Him, Christ the Lord. നമ്മെ സർവ്വം മറന്ന് തൻ സന്നിധി മോദമോടിന്ന് നമ്മെ സർവ്വം മറന്ന് തൻ സന്നിധി ധ്യാനത്തോടിന്ന് നമ്മെ സർവ്വം മറന്ന് തൻ സന്നിധി കീർത്തനത്തിനാ ആരാധിക്കാം യേശു കർത്താവിനെ ആരാധിക്കാം യേശു കർത്താവിനെ ആരാധിക്കാം ആരാധിക്കാം യേശു കർത്താവിനെ ആരാധിക്കാം സഭ ചേർന്ന് ആരാധിക്കാം യേശു കർത്താവിനെ ആരാധിക്കാം ഓ ആരാധിക്കാം യേശു കർത്താവിനെ
worship Him, worship Him, Christ the Lord. Worship Him, worship Him, Christ the Lord. Worship Him, Christ the Lord. Worship Him, Christ the Lord. Worship Christ the Lord. ആരാധിക്കാം യേശു കർത്താവ്.